മുണ്ടക്കയം എപ്പോഴും കാണുന്ന, എപ്പോഴും പോകുന്ന ഇടുക്കിയുടെ കവാടമായ ഞങ്ങളുടെ സ്വന്തം നാട്. മഴക്കാലമായ ഞങ്ങളുടെ നാട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഭംഗി ഒന്ന് കാണാൻ വെറുതെ ബൈക്കും എടുത്തൊന്ന് ഇറങ്ങി. പക്ഷെ എന്നും കാണുന്ന കുറേയധികം ഓർമ്മകളുള്ള ഞങ്ങളുടെ മുണ്ടക്കയം 22 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വേറൊരു രീതിയിൽ കണ്ടു. അല്ലെങ്കിൽ പലതും ഓർമ്മപ്പെടുത്തി എന്ന് പറയാം. മൺസൂണിന്റെ മഴയും മൂടൽമഞ്ഞും ഒക്കെ നിറഞ്ഞ എൻ്റെ നാട് മനസ്സൊന്ന് തണുപ്പിച്ചു ആദ്യം. പിന്നെ കുറെ ഓർമ്മകളുടെയും തിരിച്ചറിവിന്റെയും ഭാരം കൊണ്ട് ചെറുതായിട്ടൊന്ന് വേദനിപ്പിച്ചു. ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ. എൻ്റെ എല്ലാ കുടുംബക്കാർക്കും എൻ്റെയും എൻ്റെ നാടിൻ്റെയും കഥയിലേക്ക് സ്വാഗതം. അപ്പോൾ നാട് കാണാൻ പോവാം. ചിലർക്കൊന്നും ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവ് കേട്ടോ. മുണ്ടക്കയംകാർക്കൊക്കെ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, കണക്റ്റ് ആവുമായിരിക്കും, ബാക്കി അറിയത്തില്ല. ഏതായാലും പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. വീട്ടിൽ നമ്മളിത് ഇങ്ങനെ ഇറങ്ങണേ. വീട് നിങ്ങൾ കണ്ടിട്ടില്ലോ, ഇതിങ്ങനെ. അപ്പോൾ ഇതാണ് പുതുപ്പറമ്പിൽ ഹൗസ് എന്ന് പറയുന്നത് എൻ്റെ വീട്. ചിറ്റടിയിലാണ്, മുണ്ടക്കയത്തിനടുത്ത്. ഒക്കെ നിങ്ങൾ കണ്ടിട്ട് കാണും. ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ പുറകിലൊക്കെ വലിയൊരു കഥയുണ്ട് കേട്ടോ. ഈ കാണുന്ന വഴിയില്ല, ഇത് നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇടവഴിയായിരുന്നു നേരത്തെ. ആ വഴി അങ്ങ് കയറി പോകുമ്പോൾ അതിൻ്റെ മേളിലായിരുന്നു ഞങ്ങളുടെ വീട്, കുടുംബ വീട്. അതായത് എനിക്കറിയാം, കറക്റ്റ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ തേർഡ് ഇയർ വരെ കണ്ട് ഞങ്ങളവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞൊരു വീടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ബാത്റൂം ഇല്ലായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ചെറുപ്പത്തിൽ നല്ല കേട്ടോ, അത്യാവശ്യം വലുതാകുന്നിടം വരെ ഒന്നും ഇല്ലായിരുന്നു. നമ്മളപ്പുറത്ത് നമ്മുടെ കസിൻസ് വീട്ടിലൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് കുറേ നാൾക്ക് ശേഷം ചിറ്റടിയിൽ നമ്മൾ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ച് അവിടെ നിന്നാണ് ഞാൻ കല്യാണമൊക്കെ കഴിച്ചത് കേട്ടോ. കാണിച്ചുതരാം. ഈ വീട് കുറച്ച് അങ്ങോട്ട് പോകണം. അവിടെ ആയിരുന്നു ഞങ്ങളുടെ നേരത്തെ വാടക വീട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ആ വീട്ടിലോട്ടൊക്കെ എത്തിയത് വലിയൊരു കഥ കേട്ടോ. ഞാൻ ചുമ്മാ പറയാം, ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും. അതിന് മുമ്പ് ഒരു സാധനം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ചിറ്റടി ജംഗ്ഷൻ. ചിറ്റടി ജംഗ്ഷനിൽ അപ്പൻ്റെ കട അറിയാലോ, ഷബിൻ കൂൾ ബാർ. ഇതിൻ്റെ മേളിൽ കണ്ടോ. അപ്പോൾ അതിൽ അവിടെ ഒരു കുഞ്ഞ് ഷട്ടർ കണ്ടോ, അത് മേളിലോട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മേളിൽ അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അതായത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആത്തിഫ് മൂത്ത മോനൊക്കെ ഉണ്ടായി, അവൻ്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് അവിടെയാണ്. അപ്പോൾ ഇതാണ് ചിറ്റടി ടൗണ്. അപ്പം ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ കല്യാണമൊക്കെ കഴിച്ച് കുട്ടിയൊക്കെ ആയി അങ്ങനെ അവിടെ ജീവിക്കുന്ന സമയം. അപ്പം ഞാൻ വീടിൻ്റെ കഥയാണ് പറയണേ. നോക്ക്, മഞ്ഞ് കയറി കിടക്കണം നോക്ക്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് എങ്ങോട്ടേ പോണേ. അപ്പോൾ വീടിൻ്റെ കഥ എന്താ വെച്ചാൽ, നമുക്ക് സ്വന്തമായിട്ട് വീടില്ലോ, വാടക വീട്ടിലല്ലേ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ കിടക്കണേ. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഉമ്മ എവിടെയോ ഒരു മരിച്ചിടക്കനൊക്കെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ വീടിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുമോ. അപ്പം നമുക്ക് ആ സ്റ്റെപ്പ് കയറിയിട്ട് വേണം മേളിലോട്ട് കയറാനായിട്ട്. സ്റ്റെപ്പ് കയറാൻ ഇച്ചിരി പാടാം. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് എന്നോടൊരു ഡയലോഗ് ഇട്ടു. അതായത് ഏതൊരു മക്കൾക്കും ഒരു ഈഗോ ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വിഷമം വരുന്നൊരു ഡയലോഗ്. ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. അതായത് വയ്യാതൊക്കെ ആകുമല്ലോ എല്ലാവർക്കും, പ്രായമൊക്കെ ആയി വരുന്നു, ഞങ്ങളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ ആൾക്കാർക്ക് വന്ന് കാണാനൊക്കെ പാടായിരിക്കുകയല്ലേ എന്നുള്ളൊരു സാധനം. അതിൽ വീടില്ലാത്തതിൻ്റെ ഒരു രോദനം ഉണ്ട്, ഒരു വിഷമമുണ്ട്, കുറ്റമല്ല, അങ്ങനെ പറഞ്ഞേ. അതെന്നെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഹേർട്ട് ചെയ്തെന്ന് വെച്ചാൽ ഭയങ്കര ഒരു മകനെന്ന നിലയിൽ എനിക്ക് ഭയങ്കര വാശിയായി, ഭയങ്കര സങ്കടമായി. ആ സമയത്താണ് ഞാൻ TCSന്ന് എനിക്ക് ഓൺസൈറ്റൊക്കെ കിട്ടിയത് സൗദിക്ക്. അപ്പോൾ അങ്ങനെ പോയി സൗദി നിന്നിട്ട് അവിടുന്ന് ലോണും പരിപാടിയൊക്കെ എടുത്ത് ഞങ്ങൾ വീട് സെറ്റ് ചെയ്തു. അത്രയും വലിയൊരു വീട് വെച്ചു, 4 ബെഡ്റൂമുള്ള വലിയൊരു വീടാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു വാശിയായിരുന്നു. വാശി എന്ന് വെച്ചാൽ എൻ്റെ കല്യാണമൊക്കെ ഇങ്ങനെ വീടില്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ മാറിപ്പോകുന്നു, ഇങ്ങനത്തെ ഇൻസിഡൻസൊക്കെ ഉണ്ടാകുന്നു. പിന്നെ കുടുംബത്തിലും നാട്ടിലും വലിയ വീടൊന്നും ഇല്ലാത്തതെന്നൊക്കെ ഉള്ളൊരു പേര്, മനസ്സിലായോ? അങ്ങനത്തെ ഒരു സാധനമൊക്കെ അടിച്ച് എനിക്ക് ഭയങ്കര വാശിയായിപ്പോയി. അപ്പോൾ എന്നാൽ പിന്നെ ഒന്നും കുറയ്ക്കണ്ടെന്ന് ഓർത്ത് നല്ല പൈസ കടമാക്കി ഒരു വീട് പണിഞ്ഞു. അന്ന് തുടങ്ങിയതാണ് എൻ്റെ കടം. അതാണ് നമ്മുടെ ഈ കടത്തിൻ്റെ ഒരു ബേസ് ചെയ്ത് ആ വീട്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ മിനിങ്ങാന്ന് 8 വർഷമായി വീട് പണിഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. നോക്കുമ്പോൾ കടമാണ്, എന്നാലും അതൊരു പേരൻസിനെയൊക്കെ സംബന്ധിച്ച് അതൊരു വലിയ സംഭവമല്ലേ. അപ്പം അങ്ങനെ ഒരു വാശി തീർത്തതാണ് ഞാൻ ആ വീട് കേട്ടോ. അതൊക്കെ പോട്ടെ.
പറഞ്ഞതേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ മുണ്ടക്കയത്ത് മഞ്ഞ് കയറി കിടക്കുന്നുണ്ടോ? കുട്ടിക്കാലത്ത് മഞ്ഞ് മാത്രമല്ല, ഞങ്ങൾക്ക് മുണ്ടക്കയത്ത് മഞ്ഞുണ്ട്. കണ്ടോ, നമുക്ക് ഫുള്ള് കോട അടിച്ച് കിടക്കുന്നു. KSRTC പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൈങ്കിനാപ്പള്ളി ഞാൻ മൊത്തത്തിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഞാൻ പോയ വഴികളും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം. പൈങ്കിനാപ്പള്ളി നല്ല രസമുണ്ടല്ലോ, മഞ്ഞടിച്ച് കിടക്കുന്നതാണ്. ഒരു മിനിറ്റ്, ഇതിലേ പോകുമ്പോൾ അത് കാണിച്ചെന്നില്ലെങ്കിൽ മോശമല്ലേ. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ പൈങ്കിനാപ്പള്ളി. ഇവിടെ നിന്ന് ഇങ്ങനെ പാലമൊക്കെ കയറി പോവാം. കണ്ടോ, ഉണ്ട്. അപ്പോൾ ദിസ് ഈസ് അവർ പൈങ്കിനാപ്പള്ളി ഓർത്തഡോക്സ് ചർച്ച കേട്ടോ, തോമസ് ലീഗാടെ. കണ്ടില്ലേ, മഞ്ഞൊക്കെ അടിച്ച് ഞങ്ങളുടെ പള്ളി എടുക്കണുണ്ടോ, പൈങ്കിനാപ്പള്ളി. അങ്ങനെയാണ് പൈങ്കിനാപ്പള്ളി എന്ന് പറഞ്ഞ് പള്ളിയുടെ പേരൊക്കെ മറന്നുപോയി. നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് പറത്താനം എന്നൊരു സ്ഥലമാണ് ബാക്കിൽ. അങ്ങനെ മഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നുണ്ടോ. മുണ്ടക്കയം ടൗണൊക്കെ ഫുള്ള് സീനായിരിക്കും. ഇപ്പം പെട്ടെന്ന് പോയി കാണിച്ചു തരാം. എൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ നടന്ന് ഈ ഹാളി വെച്ചിട്ട് കേട്ടോ. അപ്പം നമ്മളിത് മുണ്ടക്കയത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളെ ഞാൻ നമ്മുടെ പൈങ്കിനാപ്പള്ളി കാണിച്ചു തന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് ലെഫ്റ്റ് മുണ്ടക്കയം ബൈപ്പാസാണ്. നമുക്ക് വേണം ഒരു കാര്യം ചെയ്യാം, ബൈപ്പാസ് തിരിച്ചു വരുമ്പോൾ കയറിയാലോ. നമുക്ക് നേരെ രാവിലെ മുണ്ടക്കയം ടൗൺ അടിച്ചാലോ. ടൗൺ കാണിച്ചു തരാം. ഇവിടെ കേട്ടോ ഞങ്ങളുടെ ആകെയുള്ളൊരു തിയേറ്റർ RD സിനിമാസ് ഉണ്ടാ. നേരത്തെ അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അപ്പോൾ ഇതാണ് പൈങ്കിനാപ്പാലമൊക്കെ കയറി നേരെ മുണ്ടക്കയം ഉണ്ടോ. മുണ്ടക്കയത്തിൻ്റെ ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് കൊണ്ടുവരാൻ നെഞ്ചിലത്ത് ജീമാട്ട്. ഞാൻ ചിറ്റടി എന്നാണ് പറയുന്നത്, ചിറ്റടിയിലാണ് ആക്ച്വലി സ്ഥലമെങ്കിലും നമ്മൾ പൊതുവെ പറയുമ്പോൾ മുണ്ടക്കയം എന്നാണ് പറയുന്നത്. കാര്യം മുണ്ടക്കയം കുറച്ചുകൂടെ പോപ്പുലർ ആണല്ലോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി മുണ്ടക്കയം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാവേ. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അവിടെ വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. പിള്ളേർ വരുന്നതിന് മുമ്പ് എത്തണം, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ മുണ്ടക്കയം ടൗണിലോട്ട് കയറുകയാണ്. നമുക്ക് കോട അടിച്ച് കിടക്കണേ. വാവ്, ഈ സമയത്തൊക്കെ വന്നാൽ മഴക്കാലത്ത് ഞങ്ങൾക്ക് ഇവിടെയും കോട കിട്ടും. രാവിലെ പോലീസുകാർ തെറി പറയുന്നതിന് മുമ്പ് ഞാൻ സ്റ്റാൻഡിലൊക്കെ കയറി സ്റ്റാൻഡൊക്കെ ഒന്ന് കാണിച്ചു തരാം. ദിസ് ഈസ് അവർ മുണ്ടക്കയം ടൗൺ. ഭയങ്കര പുരോഗമനമൊന്നും ഇല്ല കേട്ടോ, പണ്ട് തൊട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ മുണ്ടക്കയത്തിനൊരു ഭംഗി. ദിസ് ഈസ് മുണ്ടക്കയം ബസ് സ്റ്റാൻഡ്. KSRTCയും പ്രൈവറ്റും എല്ലാം ഒരുമിച്ച് ഞങ്ങൾ കൂട്ടിയുടെ കൂടെ. ഇതിലൊക്കെ കയറി പോയാൽ ചിലപ്പോൾ പോലീസുകാർ പിടിച്ചിടിക്കും. ഞാൻ കുട്ടിക്കാലത്തൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പഠിക്കാനേ രാവിലെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പിന്നെ പൊതുവെ ലേറ്റ് ആണല്ലോ. ഞാനും എൻ്റെ സൈജ് എന്ന് പറഞ്ഞ ഫ്രണ്ടും കൂടെ നമ്മുടെ പൂനെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവനും കൂടെ ഇവിടുന്ന് ഓടിപ്പോയിട്ട് ബസ് കയറുമായിരുന്നു. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. KSRTC അയ്യര് കളിയാണല്ലോ. ദിസ് ഈസ് അവർ മുണ്ടക്കയം ബസ് സ്റ്റാൻഡ്. കടകളൊന്നും തുറന്നിട്ടില്ല. രാവിലെ ആർക്കും തിരക്കൊന്നുമില്ല. സ്ലോ ആയിട്ടൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടോ ഞങ്ങളുടെ നാട്ടിൽ? ഉണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇങ്ങനെ? ഇനി നമ്മളിങ്ങനെ ലെഫ്റ്റ് എടുത്ത് പോകുന്നു. ഇതാണ് നമ്മുടെ കോസ്വേയും എരുമേലിക്കൊക്കെ പോകുന്ന വഴി. അതാണേ ഉണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഒരു പാലമുണ്ട്, കല്ലേപ്പാലം. നിങ്ങൾ സ്ഥിരം നമ്മുടെ വീഡിയോയിൽ കാണുന്ന പാലം. ഇത് ഞങ്ങളുടെ പള്ളി കേട്ടോ, മുണ്ടക്കയം ടൗൺ പള്ളി, മുസ്ലിം പള്ളി. ഇനി ഇതിൻ്റെ മേളിലൊരു പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട്. കണ്ടോ, ഇത് കോട കിടക്കുന്നുണ്ടോ? കോട ഇടുക്കിയുടെ മണം അടിച്ചപ്പോഴേ കോട വന്നുണ്ടോ. ഇതാണ് ഞങ്ങളുടെ കല്ലേപ്പാലം. ഈ കല്ലേപ്പാലത്തിൻ്റെ അപ്പുറത്ത് ഇടുക്കിയ കണ്ടോ. ഇവിടെ കൊണ്ട് ഞങ്ങളുടെ കോട്ടയം തീരുവാണ്. ഞങ്ങൾക്ക് ഇടുക്കിയിൽ കയറണമെങ്കിൽ ഇങ്ങനെ വന്നാൽ മതി. ഈ കല്ലേപ്പാലത്തെ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇടുക്കിയ. നോക്ക് എന്ത് ബ്യൂട്ടിയാണ്, കളറ് സൂപ്പറല്ലേ. വാവ്, വിജയണ്ണൻ നിൽക്കുന്നു. പൊക്കോട്ടെന്നോ കാണാം. ഞാനിങ്ങനെ കല്ലേപ്പാലത്തെ കൂടെ ഒക്കെ കയറി ഇങ്ങനെ വന്ന് അവിടെ കുറച്ച് ചേട്ടന്മാരുടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അവിടെ ഒരു JCB കളം ഉണ്ടായിരുന്നു, ടിപ്പറൊക്കെ ഉള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ വഴി. മുണ്ടക്കയം സ്റ്റാൻഡിൽ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇതിലെ നടന്നു വരും. അയ്യോ, അന്നത്തെ കാലമൊക്കെ ഉണ്ടല്ലോ. അയ്യോ, ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്, മുണ്ടക്കയം സെൻറ്റ് ആൻ്റണീസ്. ഇത് UP സ്കൂള്, മേളിൽ ഹൈസ്കൂളേ. ഇവിടെ സെൻറ്റ് ആൻ്റണീസ് പള്ളിയൊക്കെ ഉണ്ട്, 34 പള്ളി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതുണ്ട് സെൻറ്റ് ആൻ്റണീസ് UP സ്കൂൾ മുണ്ടക്കയം. കുറേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇത് ഞങ്ങളുടെ 34 പള്ളി. ഞങ്ങളുടെ കുറേ ചെക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അമ്മമാരെല്ലാം പുറത്തൊക്കെ പോയി. ജോയലും ജെവിനും ഓണിയും സച്ചിനും എല്ലാവരും പോയി.
ആകെ എബി അങ്ങനെ ഇങ്ങനെ പറഞ്ഞ കുറച്ച് ചെക്കന്മാരേ ഉള്ളൂ. അമ്മമാരൊക്കെ ഉള്ളു ഇവിടെ. ഇപ്പോൾ ബാക്കി എല്ലാവരും പോയി. അമ്മമാരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മളൊക്കെ ഒരു സ്ഥിരം ഉണ്ടായിരുന്നതാണ്. ഞാൻ അവിടെ കയറി ചിലപ്പോൾ ഇറക്കി വിടുമെന്ന് അറിയത്തില്ല. അയ്യോ, ആഫ്റ്റർ എ ലോങ് ടൈം. നൊസ്റ്റാൾജിഫിക്കേഷൻ. അതിൻ്റെ താഴെയാണ് എൻ്റെ 10ാം ക്ലാസ്. 10 അതാണ്. കുറേ അങ്ങോട്ട് വന്നിട്ട്. എൻ്റെ അപ്പുറത്തൊരു റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ ചോറിനാനൊക്കെ അവിടെ പോയി കഴിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് നമ്മൾ വന്ന വഴിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മൾ എവിടെ നിന്നാണ് വന്നത്, എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ജീവിക്കുന്നത് ശരിക്കും ലോട്ടറി അടിച്ചൊരു ലൈഫാട്ടോ. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഓരോന്നൊക്കെ കാണുമ്പോൾ ഇത്ര എക്സൈറ്റ്മെൻറ്റ്. ഒരു ഒന്നുമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നേ. എല്ലാവർക്കും കാണും, ഇത് കേൾക്കുന്നതും കാണുന്ന എല്ലാവർക്കും കാണും. അങ്ങനത്തെ ഒരു കാലം, ഒന്നുമില്ലാത്തൊരു കാലം. വാശി കൊണ്ടൊക്കെയാണ് ഇവിടം വരെ എത്തിയെന്നൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്. ഇവിടം വരെ എത്തിയെന്നൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. അതായത് ഇപ്പോൾ സ്വന്തമായിട്ടൊരു ബൈക്ക്, കാറ്, വീട്, ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ബാത്റൂം പോലും ഇല്ലാത്ത വീടൊക്കെ ഉള്ളൊരു കാലമായി. ശരിക്കും അതൊക്കെ ഒരു എൻ്റെ അപ്പനും അമ്മയൊക്കെ എന്തോരം കഷ്ടപ്പെട്ടെന്ന് അറിയാം. ഞങ്ങളെ പട്ടിണി കിടത്താതിരിക്കാൻ വേണ്ടിയാണ് അവർ ജീവിച്ചിട്ടുള്ളത്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വേറൊന്നുമല്ല, വേറൊരു ആഗ്രഹമില്ല. ഞങ്ങൾ പട്ടിണി കിടക്കാതിരിക്കുക, അതായിരുന്നു അവരുടെ ഒരു ആഗ്രഹം. ഞാൻ കടയൊക്കെ ഇല്ല, കടയിൽ സാധനമൊന്നും ഇല്ലാതെ കുറേ നാൾ അടച്ചൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ അനിയനുണ്ടായ സമയത്തൊക്കെ. പട്ടിണി, അതായത് പൈസ ഇല്ലാതെ ഇങ്ങനെ. പുള്ളിയുടെയൊക്കെ ആ സമയത്തെ സിറ്റുവേഷനൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ വീട്ടിൽ എപ്പോഴും വഴക്ക് പറയും, ഞാൻ ഭയങ്കര ചിലവാണ്, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കും. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കി, ഇപ്പം ഞാൻ ഈ ജീവിക്കുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ലൈഫാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ പിന്നെ ഒന്നുമില്ലായ്മ ഇത്രയൊക്കെ എത്തിയ സ്ഥിതിക്ക് നമ്മൾ അതനുസരിച്ചിട്ട് ജീവിച്ചില്ലെങ്കിൽ പിന്നെ എന്താ? ഭയങ്കരമാണ്. ഞാനേ ശരിക്കും ഇന്നിങ്ങനെ വന്ന് ഭയങ്കര ഒരു തിരിച്ചറിവും കൂടെ ഒക്കെ കേട്ടോ. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങി എങ്ങോട്ടാണ് പോകുന്നത്? യൂണിഫോമിനൊരു ചേഞ്ചും ഇല്ല. താഴെ ആയിരുന്നപ്പോൾ നീലയും കറുപ്പുമായിരുന്നു കേട്ടോ UP സ്കൂളിൽ. ഇവിടെ ഇപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ഈ വഴി കൊണ്ടുപോകാം. നമ്മൾ കല്ലേപ്പാലം കണ്ടു, പാർത്ഥസാരഥി അമ്പലം മേളിൽ നിന്ന് കണ്ടു, എൻ്റെ സ്കൂള് കണ്ടു. ഇത് ഇവിടുത്തെ പഴയൊരു തടിപ്പാലമാണ്. ഇത് എൻ്റെ ഉമ്മയുടെ ചേടത്തിയുടെ വീടാണ് ഈ താഴെ ഉള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ഇതൊരു ബൈപ്പാസാണ്. നമുക്ക് കിഴക്കുന്നൊക്കെ വരുന്നവർക്കേ എരുമേലേക്കൊക്കെ പോകാനായിട്ട് എളുപ്പമായി ഈ വഴി. ടൗണിൽ കൂടെ ടച്ച് ചെയ്യണ്ട. ഇനി 2 പുഴ ചേർന്ന് കേട്ടോ ഇവിടെ. നമ്മുടെ മണിമലയാറ് കിഴക്കുന്ന് വരുന്നുണ്ട്, പിന്നെ അപ്പുറത്ത് നമ്മുടെ കൂട്ടിക്കല സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഉറുമ്പിക്കരയുടെ ആ ഒരു ഏരിയ ഇല്ലേ താഴ്ഭാഗം. എനിക്കെന്തോ ഭയങ്കര ഒരു ഇമോഷണലൊക്കെ ഒരു സാധനം തോന്നുന്നു. ഒരു എന്തൊക്കെയോ പോലെ ഒരു സങ്കടമൊക്കെ വരുന്നു. കാര്യം നമ്മുടെ നാടിങ്ങനെ ഇതിൽ കൂടെ പോകുന്നുണ്ടല്ലേ, നാടിനെപ്പറ്റി പറയുന്നത് അത് കേട്ടല്ലേ. ഇനി ഞാൻ ഈ വഴി കുറച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയുണ്ട്, വരിക്കാനി പള്ളി. ഞങ്ങളുടെയൊക്കെ അവസാനം അവിടെയാണ്. നമ്മളെയൊക്കെ അടക്കുന്നതൊക്കെ അവിടെയാണ്. ജമാഅത്ത് ടൗൺ പള്ളിയാണ്. ഇതെല്ലാം ഒരു സെക്ഷൻ അണ്ടറിൽ വരുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ വരിക്കാനിപ്പള്ളി, വരിക്കാനി മുസ്ലിം ജമാഅത്ത്. ഉണ്ടോ? ഞങ്ങളുടെയൊക്കെ ഖബർസ്ഥാനമൊക്കെ വരുന്നത് അവിടെയാണ്, ആ സൈഡിലാണ്. അങ്ങോട്ടേക്കാണ് നമ്മുടെ വല്യാപ്പാനെയും എല്ലാവരെയും അടക്കിയേക്കുന്നതൊക്കെ ആ സൈഡിലാണ്. നമ്മൾ കിടക്കുന്നത് സ്ഥലവും അതാണ്. അത്രയേ ഉള്ളൂ ജീവിതം. അവിടെ ഒരു കുഴി വെട്ടും, അതിൻ്റെ അകത്തിടും, കുറച്ച് നാൾ ആൾക്കാർ കരയും, പിന്നെ പയ്യെ എല്ലാവരും നമ്മളെ മറക്കും. പിന്നെ എന്തിനാണോ, ആർക്ക് വേണ്ടിയാണോ ഈ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാവുന്നല്ലേ? വെട്ടിപ്പിടിക്കുവാണ് എല്ലാവരും കൂടി ഓടി നടന്ന്. എന്നാ കാര്യത്തിനാണ്? ഞാൻ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ പള്ളി. അങ്ങനെ പള്ളി കണ്ടു. ചെറുതായിട്ട് മഴ ചാറി തുടങ്ങുന്നുണ്ടേ. എന്നാൽ പോവാം. മഴ നനയേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല, രസമല്ലേ? മഴക്കാലം ആകാൻ കൊതിച്ചിരുന്നിട്ട് മഴ നനഞ്ഞില്ല പിന്നെന്താ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വരിക്കാനി പള്ളി കേട്ടോ. എല്ലാം നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും പറ്റുന്നത് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന മഠം എന്ന് പറഞ്ഞിട്ട്. മഠം എന്നാണ് ഞങ്ങൾ വിളിക്കണേ. അതിൻ്റെ പേര് സെൻറ്റ് തോമസോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ, എനിക്കറിയത്തില്ല, സോറി. ഇതിലാണ് കയറിപ്പോകുന്നത്. എൻ്റെ പെങ്ങളൊക്കെ പഠിച്ചാൽ അവിടെയാണ്. നമ്മളിനി ഇങ്ങനെ വരുമ്പോൾ ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ് വേ. നല്ല മഴയ്ക്ക് വെള്ളം കയറുന്ന കോസ്റ്റ് വേ കണ്ടാ. ഇനി നേരെ പോകുന്ന പുത്തഞ്ചന്ത ടൗണാണ് കേട്ടോ. അതോടെ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ മൊത്തത്തിൽ ഞങ്ങളുടെ ഒരു ടൗൺ മനസ്സിലായില്ലേ? ഞങ്ങൾ മീൻ മേടിക്കുന്ന കടകളൊക്കെ എവിടെയാണ്? റൈറ്റ് സൈഡിൽ കണ്ടാ.
ഇതാണ് പുത്തൻചന്ത ടൗണ്. പണ്ട് മുണ്ടക്കയം സെറ്റപ്പ് ആകുന്നതിന് മുമ്പ് ഇവിടെയായിരുന്നു ഇതിൻ്റെ ബസ് സ്റ്റാൻഡൊക്കെ. ഇതൊരു ചന്തയായിരുന്നു, ഇതായിരുന്നു മെയിൻ ഏരിയ. പുത്തൻചന്ത കണ്ട, കരിങ്ങനമറ്റം റോഡ്. 2018 പ്രളയത്തിലൊക്കെ ഇവിടെ മൊത്തം പോയതാട്ടോ. ഇനി നമ്മൾ കയറാൻ പോകുന്നതാണ് ദ വൺ ആൻഡ് ഓൺലി കോസ് വേ. ഇതിൽ കയറി പോയാൽ നേരെ നമുക്ക് മുണ്ടക്കയം ടൗണിലെത്താം. കണ്ട, ഇതാണ് കോസ് വേ. അവിടെ കാണുന്നതാണ് കല്ലേപ്പാലം. ഇവിടെ വെള്ളം കയറുന്ന മിക്കപ്പോഴും. പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതാണ് നമ്മുടെ ബൈപ്പാസ്. കണ്ട, ഇതാണ് ഞങ്ങളുടെ ബൈപ്പാസ്. ഞങ്ങളുടെ PC ജോർജ് ആശാൻ സെറ്റ് ചെയ്ത് തന്ന ബൈപ്പാസ്. വൈകിട്ടൊക്കെ ഇവിടെ വണ്ടിയൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ വന്ന് നിർത്തി വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പള്ളി. ഇത് മറ്റേ ബത്തേൽ മാർത്തോമ ചർച്ച് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് സ്കൂളുണ്ട്, സെൻറ്റ് ജോസഫ് സ്കൂള്. സെൻറ്റ് ജോസഫ് അല്ലേ, സെൻട്രൽ സ്കൂളാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സെൻറ്റ് ജോസഫ് സെൻട്രൽ സ്കൂളാണെന്ന് തോന്നുന്നു. അതെ എന്ന് തോന്നുന്നു. ഒരു ഫ്രണ്ടിൽ ടർഫൊക്കെ ഉണ്ട്. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ദ സ്കൂള്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ നാടിങ്ങനെ കണ്ടുപോകുന്നതല്ല, നാടിനെ പറ്റി പറയുന്നില്ല. പറഞ്ഞു വരുമ്പോൾ ഈ പഴയ ഓർമ്മകളും കാര്യങ്ങളും എല്ലാം ഇങ്ങോട്ട് തികട്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ എനിക്ക് എന്തൊക്കെയൊക്കെ തോന്നുന്നു. മിണ്ടായാലേ പോകുമ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കൂലല്ലോ. എന്താ, നമ്മളിതിങ്ങനെ പറയാനൊരവസരം കിട്ടുമ്പോൾ ഇതെല്ലാം തികട്ടി വരുള്ളൂ. ഐ ഫീൽ ലൈക്ക് ദാറ്റ്. ഈ ബൈപ്പാസ് വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മുണ്ടക്കയത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിലൊരു മെയിൻ ഐറ്റം തന്നെ കേട്ടോ. നല്ല ടൗണിൽ കിടന്ന് നമ്മളിങ്ങനെ ചാവും. ഇതിപ്പോൾ കിഴക്കോട്ട് പോകാനാണെങ്കിലും എരുമേലിക്ക് പോകാനാണെങ്കിലും പെട്ടെന്ന് നമുക്ക് അതിലിങ്ങനെ കയറി വരാൻ പറ്റുമേ. അങ്ങനെ എങ്ങനെ നാട് ഇഷ്ടപ്പെട്ടോ? സെറ്റല്ലേ? സൂപ്പറല്ലേ? പച്ചപ്പും ഹരിതാപയും ഊഷ്മളതയും മഞ്ഞും പാലവും KSRTCയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അല്ലേ? കോസ്വേ പാലം കണ്ട, ഇതാണ് അതിൻ്റെ പേര്. ഇതെന്താണ് ഇങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ടെക്നിക്കൽ ഭാഗങ്ങളൊന്നും അറിയത്തില്ല. ഞങ്ങൾ വിളിക്കുന്നത് കോസ്വേ പാലം എന്നാണ്. അത് തന്നെയാണ് ഇവിടെ എഴുതിയും വെച്ചേക്കുന്നത്. അപ്പോൾ കറക്റ്റല്ലേ? കുറച്ച് മഴ നനയുന്ന കാഴ്ചകൾ കണ്ടാലോ? ഞാൻ കോസ്വേ പാലത്തിൻ്റെ അവിടെ ഇങ്ങനെ നിർത്തി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് വിഷ്വൽസൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നേ. അപ്പോൾ പെട്ടെന്നൊരു ഓട്ടോ കൊണ്ട് നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ അടുത്ത് പോയിട്ട് എന്താ ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആരെങ്കിലും ആണോ എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ അടുത്ത് നിന്നിട്ട് വർത്താനം പറഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി എന്നോട് ചോദിച്ചു, നിനക്കെന്നെ മനസ്സിലായില്ലടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അയ്യടാന്നായിപ്പോയി. ഞാൻ കുറേ നേരം ഇങ്ങനെ അവൻ്റെ മുഖത്തോട്ട് നോക്കി നിന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ലേ. നമ്മൾ നേരത്തെ പോയില്ലേ സെൻറ്റ് ആൻഡീസ്, അവിടെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സുഭാഷ്. എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ആകെപ്പാടെ ഇവനിങ്ങനെ പറഞ്ഞ് കുറേ പേരുകളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതെല്ലാം കൂടെ പെട്ടെന്ന് മൈൻഡിലോട്ട് കയറിയിട്ടേ. കാര്യം 10-22 വർഷം മുമ്പുള്ളതല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് മൈൻഡിൽ നിന്നൊക്കെ പോയിരിക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് ഇവനിങ്ങനെ പറഞ്ഞ് സുഭാഷാന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴും അയ്യോ നായിപ്പോയി ഞാൻ ആകെപ്പാടെ. പിന്നെ പഴയ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. സുഭാഷ് 22 വർഷമായി ഞാൻ അവനെ കണ്ടിട്ട്. എന്നെ കണ്ടിട്ട് മനസ്സിലായവന്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ പഴയ സ്ഥലത്തൊക്കെ ചെന്നിട്ട് ചുമ്മാ ഒന്ന് വേറെ ടെൻഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കി പറ്റുവാണെങ്കിൽ കൂട്ടത്ത് ഒരാളോട് ഉണ്ടേ നല്ലതാ പഴയ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ആയിട്ട്. വേറെ ഫീലാട്ടോ. ഈ മഴയത്ത് ഞാൻ നിന്നിട്ട് പറയുമോ, ശരിക്കും ഭയങ്കര കിക്ക്. ഒന്നും പറയാനില്ല. എന്തായാലും ഇറങ്ങിയത് ഭയങ്കര അടിപൊളിയായി പരിപാടിക്ക്. എന്തായാലും ഇനി പയ്യെ ടൗണിലൂടെ കയറാവേ. രതീഷ് ഇരിക്കുന്നു, രതീഷ് തങ്കപ്പൻ, എന്നോട് പഠിച്ച. അപ്പം നമ്മുടെ നാട്ടിലാ രതീഷേ. ഞാനാടാ ഉണ്ണി. എടാ ഞാനിപ്പോ നമ്മുടെ സുഭാഷിനെ കണ്ടു. നീ സുഭാഷിനെ ഓർക്കുന്നുണ്ടോ? ഇവിടെ ഓട്ടോ ഓടിക്കുന്നടാ. ഞാൻ അവിടെ നിന്നപ്പം എൻ്റെ അടുത്ത് വന്ന് മിണ്ടി. എനിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അവൻ കുറേ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം കത്തി. നീ ഓർക്കുന്നുണ്ടോ മെല്ലിച്ച്? ഞാൻ ചുമ്മാ മുണ്ടക്കയത്തിനൊരു വീഡിയോ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. സ്കൂളിലൊക്കെ പോയി. എന്നാ എടാ നിനക്കൊരു കാര്യം, നമുക്കൊക്കെ പ്രായമായടാ. ഞാൻ അവനെ കണ്ടപ്പോഴാണ് ഓർത്ത് 22 വർഷമായി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ഞാനിപ്പോൾ സ്കൂളിൽ പോയി. എന്തല്ലേ? അയ്യോ എനിക്കാണ് അവിടെ പോയിട്ട് സങ്കടം വന്നിട്ട് വയ്യ.
നമ്മളിങ്ങനെ ഇതിലൊക്കെ പോകുന്നുണ്ടല്ലോ, നമ്മൾ പഴയ കാര്യമൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഓട്ടോ പരക്ക ഓട്ടോ അല്ലേ? അയ്യോ, ഞാൻ ആകെപ്പാടെ വല്ലാണ്ടായിപ്പോയി. ഓട്ടെ, കാണാം, പോടാ. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കുമോയെന്ന് എനിക്കറിയത്തില്ല. ഞാനേ ശരിക്കും അടുത്തങ്ങ് മുണ്ടക്കത്തോട് ഇത്ര ഇമോഷണലായിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല. എനിക്ക് വർത്താനം പറയാൻ പോലും പറ്റുന്നില്ല. അയ്യ, ശരിക്കും പറഞ്ഞാൽ ലോലനല്ലേ. എന്തായാലും മനുഷ്യരെല്ലാവരും ഓടുവാണ്. ഇത് സെൻറ് മേരീസ് ലാറ്റിൻ കത്തോലിക് ചർച്ചാണ്. കുറേ ഉണ്ടെന്ന് എനിക്കെല്ലാം കൂടെ കൺഫ്യൂഷനാണ്. സ്പീച്ച്ലെസ് എക്സ്പീരിയൻസ് ആയിപ്പോയി. ഇനി ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു സ്കൂളുണ്ടേ. ഞാൻ 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് ഇവിടെ എന്നെ അപ്പം കൊണ്ട് ചേർത്തേ. ഇത് മറ്റേതാ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അപ്പം പറ്റത്തില്ലാഞ്ഞിട്ട് പിന്നെ നമ്മൾ സെൻറ് ആൻറ്റീസിലോട്ട് മാറ്റിയത്. അത് കാണിച്ചേ. ഇതിങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ NTR, കൂട്ടിക്കൽ, ഉറുമ്പിക്കരൊക്കെ പോലെ ആ വഴിയായത് കേട്ടോ. ഇതുണ്ട്, ഇത് CMS ഹൈസ്കൂള്. ഇവിടെ ഞാൻ കുറച്ച് ദിവസം, ഒരാഴ്ച ഞാൻ പഠിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ. എൻ്റെ അപ്പനൊക്കെ പഠിച്ച ഇവിടെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ, വലിയൊരു ഹോസ്പിറ്റലുണ്ടോ, നമ്മുടെ സെൻട്രൽ സ്കൂളിൻ്റെ അടുത്താണ്. പിന്നെ ഇത് ഞങ്ങളുടെ അത്യാൽ പ്ലാസ, മുണ്ടക്കത്ത് അത്യാൽ പ്ലാസ. ഇവിടുത്തെ ഞങ്ങളുടെ ഒരു ഷോപ്പിംഗ് മാൾ. ഇത് പഴയ തിയേറ്ററായിരുന്നു ഇവിടെ, അപ്പോൾ അതൊക്കെ പോയി. നന്ദിലത്തിൻ്റെ ഗോഡൗൺ അതുണ്ടോ, ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം മുണ്ടക്കയം ഫാമിലി ഹെൽത്ത് സെൻറ്റർ. ഇതാണ് ഞങ്ങളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഓക്കെ, ലൈഫെന്ന് പറഞ്ഞാൽ പക്ക അൺസർട്ടൺ ആയിട്ടുള്ള, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഏത് നിമിഷവും നമ്മുടെ ലൈഫ് എങ്ങനെ വേണമെങ്കിലും മാറാം. രക്ഷപ്പെട്ടിരിക്കുന്നവർ നഷ്ടത്തിലേക്ക് പോകാം, നഷ്ടത്തിലിരിക്കുന്നവർ രക്ഷപ്പെടാം. സോ കുറച്ച് നന്മയോടൊക്കെ ജീവിക്കുക. ഫുഡ് കഴിക്കാൻ പോവേ, നല്ല വിശപ്പായിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും ഭയങ്കര ഫ്ലാഷ് ബാക്കുള്ള കടയാട്ടോ, ഞാൻ പറഞ്ഞുതരാം. എൻ്റെയൊക്കെ ചെറുപ്പത്തിലേക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫുഡ് മേടിച്ച് തരിക എന്നുള്ളതാണ് എന്താണ് പാപ്പച്ചനും ഉമ്മച്ചിൻ്റെയൊക്കെ ഒരു മെയിൻ പരിപാടി. അതിനുവേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്, വേറെ ആർഭാടത്തിന് വേണ്ടി ഒന്നിനുമല്ല. അപ്പോൾ അന്നത്തെ കാലത്ത് 1.5 രൂപയുള്ളൊരു പൊറോട്ടയ്ക്ക്. അപ്പോൾ ഈ റാണി ഹോട്ടലിൽ ഞങ്ങളെ പിള്ളേരെല്ലാം കൂടെ ബസ്സൊക്കെ കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് പൊറോട്ടയും സാമ്പാറും മേടിച്ച് തരും. 3 രൂപ 4 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാമല്ലോ. അങ്ങനെ പൊറോട്ടയും സാമ്പാറൊക്കെ മേടിച്ച് തരും. എന്നിട്ട് ഇടയ്ക്ക് അപ്പൻ്റെ ഇങ്ങനെ പൈസയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ബീഫ് കറിയൊക്കെ മേടിച്ച് തരും. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. വേറൊരു ചേട്ടനുണ്ടായിരുന്നു, അങ്ങോട്ട് പോയല്ലേ. ഞാൻ ചുമ്മാ മുണ്ടക്കത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കാതെ തോന്നിന് വന്നതാണ്. പണ്ട് ചെറുതിലെ അപ്പനെ ഇവിടെ കൊണ്ടുവരായിരുന്നു, കുഞ്ഞിനെ 1.5 രൂപ പൊറോട്ടയ്ക്കുള്ളപ്പോൾ. അതെ, പക്ഷെ അന്നത്തെ സാമ്പാർ മാറിയിട്ടില്ല കേട്ടോ, സാമ്പാർ സെയിം. റാണി റെസ്റ്റോറൻറ്റ്, റാണി ഹോട്ടലിൽ നിന്ന് പഴയ 2 പൊറോട്ടയും, പഴയ 2 പൊറോട്ടയല്ല കേട്ടോ, പഴയ ഓർമ്മകളുടെ 2 പൊറോട്ടയും സാമ്പാറും കൂട്ടി പിന്നെ ഒരു മുട്ടക്കറിയും മേടിച്ചത് കേട്ടോ. ഉള്ളത് പറയണമല്ലോ. അങ്ങനെ കഴിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ചെറിയ നാട് മുണ്ടക്കയം. ഈ വീഡിയോ നിങ്ങൾക്ക് എത്ര പേർക്ക് കണക്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു ട്രാവൽ വ്ളോഗോ അങ്ങനത്തെ പരിപാടി ഒന്നും അല്ലല്ലോ. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും നിങ്ങളുടെ പഴയ സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇതുപോലൊരു റൈഡോ അല്ലെങ്കിൽ ഒന്ന് നടക്കാനും പറ്റിയ, അതായിരിക്കും ഈ വീഡിയോയുടെ വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഫുള്ളായിട്ട്. ഇപ്പോൾ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക സുഖമായിരിക്കും അല്ലേ. പണ്ട് ഇവിടെ ഇങ്ങനെയായിരുന്നു. പിന്നെ നമ്മുടെ തലമുറകൾക്ക് കാണാം, വരും തലമുറകൾക്ക്, എത്ര തലമുറകൾക്ക് വേണേലും യൂട്യൂബും നമ്മുടെ ഈ ചാനലും ഉള്ളിടത്തോളം കാലം ഇത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്തൊക്കെയാണ് ഈ ഒരു പരിപാടിയായിട്ട് ഞാൻ ഇറങ്ങിയത്. പക്ഷേ എൻ്റെ കണക്കൂട്ടൽ മൊത്തം തെറ്റിച്ചു എന്ന് വെച്ചാൽ ഞാൻ ഓർത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ മാറുമെന്ന് കേട്ടോ. എനിക്ക് ആ സുഭാഷിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കിളി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കരമായിട്ട് ഞാൻ അങ്ങോട്ട് വല്ലാണ്ടായിപ്പോയി. 22 വർഷം മുമ്പാണ് ഇവിടെ പഠിച്ചത്. 2003 ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. 23 വർഷം. ആ ഒരു തോട്ടൊക്കെ മനസ്സിലോട്ട് വന്നു. അപ്പം അന്നൊക്കെ നമ്മുടെ കൂടെ പഠിച്ചവരും നമ്മുടെ ടീച്ചേഴ്സും ഒക്കെ ഇപ്പോൾ ഇവിടെ ആയിരിക്കും അല്ലേ. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നി കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും കാര്യങ്ങൾ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ. മുണ്ടക്കയംകാർക്കായിട്ടും മുണ്ടക്കയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കായിട്ടും എന്നും കാണാനായിട്ടും യൂട്യൂബ് കളയുന്നിടം വരെ ഇവിടെ കിടന്നോട്ടോ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, കുഞ്ഞൊരു വീഡിയോ. ഏതായാലും എന്നെ ഒത്തിരി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചൊരു വീഡിയോയും കൂടെ ആയിരുന്നു. ബൈ.